ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ആഴ്ച നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു 5 കോയിൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ അനാലിസിസും ഏത് രീതിയിലാണ് അതിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതും ഏത് രീതിയിലാണ് അതിൻ്റെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടതും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നതായിരിക്കും. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലായ്പ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇത് യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടും എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. ഞാൻ വീഡിയോയിലേക്ക് കിടക്കാം. Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know. ക്രിപ്റ്റോ കറൻസി അനാലിസിസ് നടത്തുമ്പോൾ നമുക്ക് ബിറ്റ് കോയിൻ ഒഴിവാക്കിക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ബിറ്റ് കോയിൻ്റെ വിശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബിറ്റ് കോയിൻ്റെ ഒരു USDT പെയറിലുള്ള ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ഒരു ചാർട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസിനെ മൂവ് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചെറിയൊരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് പ്രഷർ അവിടെ കയറി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി എപ്പോഴാണ് എടുക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റെഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ആ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതിൻ്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് $38,807 ആ ഒരു പ്രൈസ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്യാൻഡിൽ ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ചാർട്ട് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇതാ ഈ രീതിയിലുള്ള ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ട്രെൻഡ് ലൈൻസിലും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതായി ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനി സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രീതിയിൽ 42K ഒരു മൂവ്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഈ ഒരു ആഴ്ചയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എപ്പോഴാണ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ തൊട്ട് മുൻപ് ഫോം ആയിട്ടുള്ള ആ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ഇവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൂടാതെ നമുക്കിവിടെ RSI നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. RSIയിൽ പ്രധാനമായിട്ടും ഒരു 3 ലൈൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒന്ന് 30 എന്ന് പറയുന്ന ഓവർസോൾഡ് കണ്ടീഷനും, പിന്നെ 70 എന്ന് പറയുന്ന ഒരു ഓവർബോട്ട് കണ്ടീഷനും, ഇതിൻ്റെ രണ്ടിനും ഇടയിലുള്ള 50 എന്ന് പറയുന്ന ഒരു മിഡ് റേഞ്ചുമാണ് RSIയിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മിഡ് റേഞ്ചിന്, ഈ ഒരു 50 എന്ന് പറയുന്ന ആ ഒരു റേഞ്ച് താഴേക്ക് RSI ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ഡൗൺ ട്രെൻഡ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ഇനി അതല്ല ഒരു 50 എന്ന് പറയുന്ന റേഞ്ചിന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ആയിട്ട് ഒരു അപ് ട്രെൻഡിലേക്ക് പ്രൈസ് കടന്നു നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ഒരു 50 എന്ന് പറയുന്ന മിഡ് റേഞ്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഔട്ട് സംഭവിച്ചുകൊണ്ട് പ്രൈസ് കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ആ ഒരു RSI ലൈൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആവുകയാണ്, അല്ലെങ്കിൽ പ്രൈസ് ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു 50 റേഞ്ചിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഒരു RSI ലൈൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കറൻ്റ്ലി RSI ലൈൻ നിൽക്കുന്നത് ഈ ഒരു 50 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിന് താഴെയായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ തൊട്ട് മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു RSI ലൈൻ ഈ ഒരു 50 എന്ന് പറയുന്ന റേഞ്ചിന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുള്ളിഷ് സൈനാണ്. നമുക്കൊരു ഷോർട്ട് ടൈമിലേക്ക് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഈ ഒരു 42K എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലേക്ക് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു ആഴ്ചയിൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവുന്നത് ഒരു വെയിറ്റ് ചെയ്യുക. 17 മണിക്കൂർ കൂടെ ഉണ്ട് ഈ ഒരു ക്യാൻഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഫോം ആവാനായിട്ട്. അപ്പോൾ അത്രയും നേരം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രം ഒരു എൻട്രി എടുക്കേണ്ട കാര്യം തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ബിറ്റ് കോയിനിൽ നമ്മൾ ഈ രീതിയിലാണ് ഒരു ട്രേഡ് എടുക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന കോയിൻ എന്ന് പറയുന്നത് പോൾക്കാഡോട്ട് ആണ്. കോയിൻ മാർക്കറ്റ് ക്യാപ്പിലേക്ക് വരാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും 12ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് പോൾക്കാഡോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് $17 മാത്രമാണ്. മറ്റെല്ലാ കോയിൻസിനെയും പോലെ തന്നെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വളരെ വലിയ രീതിയിൽ താഴേക്ക് വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് പോൾക്കാഡോട്ടിലുള്ളത്. അതിൽ ഓൾ ടൈം ഹൈ പ്രൈസ് നോക്കുകയാണെങ്കിൽ $55 ആണ്. $55 നിന്നാണ് $17.55 പോൾക്കാഡോട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. എത്രത്തോളം താഴെയാണ് പോൾക്കാഡോട്ടിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഈ ഒരു $55 തീർച്ചയായിട്ടും പോൾക്കാഡോട്ട് ബ്രേക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പുതിയൊരു ഓൾ ടൈം ഹൈ ഈ വർഷം തന്നെ പോൾക്കാഡോട്ട് ക്രിയേറ്റ് ചെയ്യുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ റാങ്ക് 12ലാണ് പോൾക്കാഡോട്ട് നിൽക്കുന്നത്.
ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളുള്ള മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ ടോപ്പ് 10 ക്രിപ്റ്റോ കറൻസികളുടെ പട്ടികയിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ് പോൾക്കാഡോട്ട് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റലി അടിപൊളിയായിട്ടുള്ള പ്രൊജക്റ്റ് തന്നെയാണ്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് പോൾക്കാഡോട്ടിൽ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ഷോർട്ട് ടൈമിൽ, അതായത് ഈ ഒരു ആഴ്ചയിൽ ഏത് രീതിയിലാണ് പോൾക്കാഡോട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് പോൾക്കാഡോട്ടിൻ്റെ ചാർട്ടിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പോൾക്കാഡോട്ടിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. പോൾക്കാഡോട്ടിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി എവിടെയാണ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. മാത്രമല്ല ചാർട്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഒരു 20 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും 50 പീരീഡ് സിമ്പിൾ മൂവിംഗ് ആവറേജും ഏകദേശം അടുത്ത് വരുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 20 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും 50 പീരീഡ് മൂവിംഗ് ആവറേജും ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്ന ട്രെൻഡിൻ്റെ സ്ട്രെങ്ത്തും വളരെ കൂടുതലായിരിക്കും. നമുക്കിവിടെ ഇവിടെ തന്നെ കാണാനായിട്ട് പറ്റും, ഈ ഒരു ചാർട്ടിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഈ രണ്ട് മൂവിംഗ് ആവറേജുകളുടെയും ഗ്യാപ്പ് കൂടും തോറും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡാണ് നമുക്കിവിടെ കിട്ടിയിരുന്നത്. അതിൻ്റെ ഗ്യാപ്പ് തമ്മിൽ കുറയും തോറും പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആവുകയാണ്, പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് മൂവിംഗ് ആവറേജുകളുടെയും ഗ്യാപ്പ് തമ്മിൽ കുറഞ്ഞു വരികയാണ്. മാത്രമല്ല പുതിയ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പ്രൈസിന് സാധിച്ചിട്ടില്ല. കൃത്യമായിട്ട് ലോവർ ലോസ് ആൻഡ് ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ടുള്ള ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോൾക്കാഡോട്ടിന് സാധിച്ചിട്ടില്ല. അത് ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൈനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല RSI നോക്കുകയാണെങ്കിൽ RSIയും ഈ രീതിയിൽ ഈ ഒരു 50 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ RSIയും 50 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ചെറിയ ഒരു അപ് ട്രെൻഡ് ഡോട്ട് എന്ന് പറയുന്ന പോൾക്കാഡോട്ട് എന്ന് പറയുന്ന കോയിനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു അപ് ട്രെൻഡ് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ രീതിയിൽ ചെറിയ രീതിയിൽ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലെ ഈ ഒരു ട്രെൻഡ് ലൈനും 4 hour ടൈം ഫ്രെയിമിലെ ഈ ഒരു ട്രെൻഡ് ലൈനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ഒരുപാട് ആളുകൾ, ഒരുപാട് ബയേഴ്സും ഒരുപാട് സെല്ലേഴ്സും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് ട്രെൻഡ് ലൈൻസും ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കൂടെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ടാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻട്രീസ് ഒന്നും എടുക്കരുത്. മുകളിലോട്ടാണ്, അതായത് ഈ ഒരു ട്രെൻഡ് ലൈനിനെ ഈ ഒരു 4 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു ക്യാൻഡിൽ അവിടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു $20.29 ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഏകദേശം എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 13% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു വീക്കിൽ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പോൾക്കാഡോട്ടിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈന് താഴെയായിട്ട്, അതായത് ഒരു $17 താഴെയായിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി തന്നെയായിരിക്കണം എടുക്കേണ്ടത്. നമ്മൾ വളരെ വലിയ ലോസൊന്നും നമ്മൾ എടുക്കരുത്. സോ $17 താഴെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് പോൾക്കാഡോട്ടിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ ഒരു RSI 50 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളും മാച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻട്രി നിങ്ങൾ പോൾക്കാഡോട്ട് എടുക്കാനായിട്ട് പാടുള്ളൂ. സേഫ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്ത കോയിൻ ഏതാണ് നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൻഡ് ബോക്സ് ആണ്. സാൻഡ് ബോക്സ് നിങ്ങൾക്കറിയാം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോയിൻ തന്നെയാണ്. ഒരു മെറ്റാവേഴ്സ് പ്രൊജക്റ്റ് ആണെന്ന് നമുക്കറിയാനായിട്ട് പറ്റും. റാങ്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 37ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. കറണ്ട് പ്രൈസ് $2.74 മാത്രമാണ്. അതിൻ്റെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ $8.44 ഓൾ ടൈം ഹൈ പ്രൈസ് ഉണ്ടായിരുന്ന ഒരു പ്രൊജക്റ്റാണ്, ഒരു കോയിനാണ് സാൻഡ് ബോക്സ് എന്ന് പറയുന്നത്. ഈ 8.44 എന്ന് പറയുന്ന പ്രൈസ് തീർച്ചയായിട്ടും, ഈ ഒരു ഓൾ ടൈം ഹൈ തീർച്ചയായിട്ടും സാൻഡ് ബോക്സ് ബ്രേക്ക് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം ഗംഭീരമായിട്ടുള്ള പ്രൊജക്റ്റുകൾ സാൻഡ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ആഴ്ചയിൽ, ഈ ഒരു വീക്കിൽ ഏത് രീതിയിലായിരിക്കും സാൻഡ് ബോക്സ് പെർഫോം ചെയ്യാനായിട്ട് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള സാൻഡിൻ്റെ ഒരു ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു RSI ഡൈവർജൻസ് ആണ്. RSI ബുള്ളിഷ് ഡൈവർജൻസ് ആണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഈ രീതിയിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ RSI ഇവിടെ ഒരു ഹയർ ലോസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു ബുള്ളിഷ് ഡൈവർജൻസ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ, നല്ല ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്.
അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിരിക്കും അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരാം. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടാർഗറ്റ് എവിടെ വെക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് നമുക്ക് 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴേക്ക് പ്രൈസിന് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതിന് മാത്രമുള്ള സെല്ലിംഗ് പ്രഷറോടെ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ഈ മെയിൻ ആയിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരിക്കും. അതായത് 3.3 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ തന്നെയായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 21% പ്രോഫിറ്റ് ഈ ഒരു 3.3 എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലേക്ക് എത്തുമ്പോൾ തന്നെ 21% പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് തീർച്ചയായിട്ടും സാൻഡ് ബോക്സിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയയ്ക്ക് താഴെയായിരിക്കും. അതായത് 2.50 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് കുറച്ചുകൂടെ ഒരു കൺഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മൂവിംഗ് ആവറേജുകളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ മുകളിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ ഒരു 50 പീരീഡ് മൂവിംഗ് ആവറേജും 20 പീരീഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും മുകളിലായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിൽ ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള ഒരു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മളിപ്പോൾ ഒരു സപ്പോർട്ട് ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് ഒരു റിജക്ഷൻ കറൻ്റ്ലി കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു റിജക്ഷൻ നമുക്ക് ആവശ്യമാണ്. ആ റിജക്ഷൻ കിട്ടിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സാൻഡിൽ ഇപ്പോൾ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ഒരു 1-2 ദിവസം വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ബ്രേക്ക് ഔട്ട് ഈ ഒരു മൂവിംഗ് ആവറേജിന് മുകളിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിന് ശേഷം മാത്രം നിങ്ങൾ സാൻഡ് ബോക്സിൽ ഒരു എൻട്രി എടുക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അടുത്തായിട്ടുള്ളത് തോർച്ചെയിനാണ്. റൂൺ എന്ന് പറയുന്ന ടോക്കണാണ്. മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിൽ 48ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ് തോർച്ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ തോർ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം. ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറണ്ട് പ്രൈസ് നോക്കുകയാണെങ്കിൽ $6.57 തോർച്ചെയിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത്. 21.26 അതിൻ്റെ ഓൾ ടൈം ഹൈ പ്രൈസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ താഴേക്ക് വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് തോർച്ചെയിനിലുള്ളത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന എല്ലാ കോയിനും നല്ല രീതിയിലുള്ള ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. സോ അത് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് റൂണിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള USDT പെയറിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കാര്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഈ ഒരു ചാർട്ട് ഒന്ന് റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ മുതൽ ഞാൻ റീപ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സാൻഡിൽ കണ്ട പോലത്തെ ഒരു RSI ബുള്ളിഷ് ഡൈവർജൻസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ലോവർ ലോസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. RSI ഇവിടെ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതൊരു ബുള്ളിഷ് ഡൈവർജൻസ് ആണ്. ബുള്ളിഷ് RSI ഡൈവർജൻസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷം ഏത് രീതിയിലാണ് ഇവിടെ പ്രൈസ് മൂവ് ചെയ്തിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് ആണ് ഇവിടെ റൂൺ എന്ന് പറയുന്ന ടോക്കൺ കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവിടെ കൃത്യമായിട്ട് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് റൂൺ ടോക്കൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രീതിയിലൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ദെൻ വീണ്ടും ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ നമുക്കൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയയിലേക്ക്, അതായത് കൃത്യമായിട്ടുള്ള പ്രൈസ് പറയുകയാണെങ്കിൽ 5.9 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വരാനുള്ള ചാൻസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്, മുകളിലേക്കുള്ള ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോകാം. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ പ്രൈസ് ബ്രേക്ക് ഔട്ട് ചെയ്തു നല്ല രീതിയിലുള്ളൊരു അപ് ട്രെൻഡിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്ക് നല്ല രീതിയിലുള്ളൊരു എൻട്രി ഇപ്പോൾ എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് റൂൺ എന്ന് പറയുന്ന ടോക്കണിൽ. അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 8.28 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 20% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു 8.28 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് റൂണിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൽ താഴെയായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു എൻട്രിയാണ് നമുക്ക് ആവശ്യം. നമുക്ക് വളരെ വലിയ രീതിയിലുള്ള ലോസ് ഒന്നും നമ്മൾ വരുത്തി വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സേഫ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തതായിട്ട് സെറ്റ് ക്യാഷ് എന്ന് പറയുന്ന കോയിനാണ്. 49ാം റാങ്കിൽ നിൽക്കുന്ന ഒരു കോയിനാണ്. കറണ്ട് പ്രൈസ് $152, ഓൾ ടൈം ഹൈ പ്രൈസ് $370. ഏകദേശം പകുതിയേക്കാൾ താഴെ, ഓൾ ടൈം ഹൈയുടെ പകുതിയേക്കാൾ താഴെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സെറ്റ് ക്യാഷിലുള്ളത്. അതിൻ്റെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലുള്ള സെറ്റ് ക്യാഷിൻ്റെ USDT പെയറിലുള്ള ചാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും പ്രൈസ് ഈ രീതിയിലൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ നമുക്കൊരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വീണ്ടും പ്രൈസ് അവിടെ ഒന്ന് കൺസോളിഡേറ്റ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. പ്രൈസ് ഒന്ന് കൺജസ്റ്റഡ് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. നമുക്ക് ഈ രീതിയിലുള്ള
ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ 4 hour ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്. നമുക്ക് നമ്മുടെ മൂവിങ് ആവറേജസ് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും 2 മൂവിങ് ആവറേജുകൾ നല്ല രീതിയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് $196 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് ആയിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 21% പ്രോഫിറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിൽ നിന്ന് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബ്രേക്ക് ഔട്ട് കിട്ടി ഒരു എൻട്രി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈന് താഴെയായിട്ട് നിങ്ങളൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് വളരെ വലിയ ലോസ് ഒന്നും വരുത്തി വെക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കണം. സോ നമ്മുടെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് $196 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസാണ് നമ്മുടെ ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ സേഫ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രം ഒരു എൻട്രി എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള ചാർട്ട് പാറ്റേൺസും കാര്യങ്ങളും കൃത്യമായിട്ടുള്ള പ്രൈസ് ആക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ എൻട്രി എടുക്കുക. ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റേതായിട്ടുള്ള അനാലിസിസ് മാത്രമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസും കൂടി നടത്തേണ്ടത് അത്യാവശ്യമാണ്. എന്നെ നല്ല ആരെയും തന്നെ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈക്കുകൾ സഹായിക്കുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ കാണാം.